വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി, പൂന്തോട്ടം, പത്തിരിയാൽ, മലപ്പുറം. ആളും ബഹളവും വ്യാപാരവുമെല്ലാം തകൃതിയായിരുന്ന കാളികാവ് അടയ്ക്കാക്കുണ്ട് അങ്ങാടി ഇപ്പോൾ വിജനം. വന്യജീവികളെ പേടിച്ചാണെങ്കിലും കൃഷിയും മറ്റു മേഖലകളും സജീവമായിരുന്ന മേഖലയിൽ 1.5 മാസം മുമ്പ് വരെ ജനജീവിതം സാധാരണ നിലയിലായിരുന്നു. ഇന്നിപ്പോൾ നേരം ഇരുട്ടുന്നതിന് മുൻപ് അങ്ങാടി വിജനമാവുകയാണ്. ഒന്നര മാസം മുൻപ് ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കടിച്ചുകൊന്നതോടെയാണ് പ്രദേശത്തിന്റെ ദുർഗതിക്ക് തുടക്കമായത്. നരഭോജി കടുവയെ പിടികൂടുന്നതിന് ദ്രുതകർമ്മസേന നടത്തുന്ന ശ്രമങ്ങൾ വിഫലമായതോടെ ജനങ്ങളുടെ ഭയം വിട്ടുമാറുന്നില്ല. കഴിഞ്ഞ 2 ആഴ്ചയോളമായി കടുവ ഈ പ്രദേശത്ത് തിരിച്ചെത്തിയതായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൃഷിയും കൃഷിപ്പണിയും പാടെ നിലച്ചതോടെ വനവിഭവങ്ങളുടെ വരവ് നിലയ്ക്കുകയും ആളുകളെത്താത്തതിനാൽ വ്യാപാര മേഖലയും നിലച്ച മട്ടാണ്. കടുവയെ പിടികൂടുന്നതുവരെ മേഖലയിൽ തോട്ടങ്ങളിൽ പലതും ഉൽപാദനം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതോടെ തൊഴിലാളികളുടെ ജീവനോപാധികളും വഴിമുട്ടി. ദൗത്യസംഘം അവർ രാപകലില്ലാതെ മലയ്ക്കൂടെ കയറി ഇറങ്ങുന്നതല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല. അവർക്ക് അതിനുള്ള ആക്ഷൻ എടുക്കാനുള്ള ഇതുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഈ റബ്ബർ ബുള്ളറ്റ് കൊണ്ടെന്തെങ്കിലും ഒരു കടുവനെ വെടിവെക്കാൻ നേരിടാന്ന് പറഞ്ഞാൽ അതൊക്കെ വിഡ്ഢിത്തരമാണ്. ഓൺ ദി സ്പോട്ടിൽ കാണുന്നിടത്ത് അതിനെ ഷൂട്ട് ചെയ്ത് അതിന് കഥ കഴിക്കാനുള്ള പരിപാടിയാണ് നോക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് ഈ പീടി ഇവിടുന്ന് മാറത്തില്ല. ഇതൊന്നും ആയിരിക്കില്ല. പല മേഖലകളിലും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പണി എല്ലാ മേഖലകളിലും തോട്ടം തൊഴിലാളി മേഖലയാണ്. ഇവിടെ മേഖലകളെല്ലാം എല്ലാ മേഖലയിലും പണികൾ സ്തംഭിച്ചിട്ട് ആളുകൾ വളരെ ദയനീയമായ അവസ്ഥയിലാണ്. കാശ് മുടക്കി പ്ലാസ്റ്റിക് ഇട്ടവർക്ക് റബ്ബർ വെട്ടാൻ പറ്റുന്നില്ല. മലയിൽ കയറാൻ വയ്യ, പണിക്കാർ തയ്യാറാവുന്നില്ല. അപ്പോൾ അതിന് ഈ വെറുതെ കുറച്ച് ദൗത്യസംഘത്തിന് ഇടയ്ക്ക് വിട്ടിട്ട് അവർക്ക് ചിലവും കൊടുത്ത് റബ്ബർ ബുള്ളറ്റിൻ്റെ തോക്കും എയർഗണ്ണും കൈ കൊടുത്തിട്ട് കടുവനെ ഓടിക്കാൻ വിട്ടാൽ നടക്കുന്ന കാര്യമാണോ? ഇതിന് പരിഹാരം തന്നെ എനിക്ക് സർക്കാരിൽ നിന്ന് വീണ്ടും ഒരു ഇത് ചെയ്യണമെന്ന് ആവശ്യപ്പെടും നമ്മളെല്ലാവരും. എല്ലാത്തരം മൊത്തം ഈ നാട്ടിലെ ജനങ്ങൾ ഭീതിയിലാണ്. ഈ കുറുക്കങ്ങാടി ഭാഗത്താണെങ്കിലും അടക്കാണ്ട് ഭാഗത്താണെങ്കിലും ചെങ്കോട് ഭാഗത്തൊക്കെ ഈ കടുവൻ്റെ ഒരു വല്ലാത്തൊരു അവസ്ഥ, ദയനീയാവസ്ഥ തന്നെയാണ്. അപ്പോൾ അത് കണ്ടറിഞ്ഞുകൊണ്ട് ഇടപെടണം. ഇവിടെ പള്ളിയിൽ ഇഷ്ടംപോലെ ആൾ വന്നിരുന്ന സമയമാണ്. ഇപ്പോൾ പിന്നെ ഈ സംഭവം നടന്നതിന് ശേഷം, ഈ കടുവൻ്റെ പ്രശ്നം വന്നതിന് ശേഷം മൈരിവിക്ക് ഒരു 10 ആളുണ്ടാവും. അത് കഴിഞ്ഞാൽ ഏസാവൊക്കെ വളരെ ആൾക്കാർ വരവ് കമ്മിയാണ്. അത് ഇതിൽ ഈ പേടി കൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. അതേമാതിരി സുബൈക്ക് 2-3 ആളാണ് ഉണ്ടായാൽ. സുബൈക്ക് ഇവിടെ 10, 20, 25 ആളുള്ള സമയത്ത് ഇപ്പോൾ ആകെ 2-3 ആൾ വെച്ചുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ നിസ്കരിക്കുന്നത്. ആൾക്കാർക്ക് വരാൻ നല്ല ബുദ്ധിമുട്ടും മടിയും പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് പെട്ടെന്ന് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം തന്നെയാണ് നമുക്ക് എല്ലാവരോടും പറയാനുള്ളത്, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാരോട്. അപ്പോൾ അത് കഴിയണതും പെട്ടെന്ന് അത് ഒന്ന് ലെവലാക്കി തരണം എന്നാണ് നമുക്ക് വിനീതമായിട്ട് എല്ലാവരോടും അപേക്ഷിക്കാനുള്ളത്. ഉമ്മച്ചൻകാട്, പോത്തൻകാട്, മഞ്ചോല, റാവുത്തൻകാട്, 2ാം ബ്ലോക്ക് തുടങ്ങിയ മേഖലയിലെ തോട്ടങ്ങളിൽ പേരിനു മാത്രമാണ് ടാപ്പിംഗ് നടക്കുന്നത്. തൊഴിലും കൃഷിയും നിലച്ചതോടെ മലയോര മേഖലയിലെ കാർഷിക വ്യാപാര മേഖലയും പ്രതിസന്ധി നേരിടുകയാണ്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചേരി റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു. ഇന്ത്യൻ ബേക്സ്.